നമസ്കാരം. രണ്ടു മൂന്ന് വന്യജീവിയുടെ ന്യൂസോട് കൂടിയാണെന്ന് കേൾക്കുന്നത് എനിക്ക് തോന്നുന്നത്. ഒരു സ്ഥലത്ത് പുലി ഇറങ്ങിയിരിക്കുന്നു. ആ പുലിയെ നാട്ടിലിറങ്ങിയിട്ടുണ്ടെങ്കിൽ അതിനെ പിടിച്ചു മാറ്റേണ്ടത് ഈ ഇവിടുത്തെ ഫോറസ്റ്റുകാർ തന്നെയാണ്. അതിന് യാതൊരു സംശയമില്ല. അതിന് പിടിച്ചു മാറ്റാൻ ആവശ്യമായ സംവിധാനം ചെയ്യണം. ഒന്നുകിൽ മയക്കുവെടി വയ്ക്കണം, അല്ലെങ്കിൽ കൂട് വെച്ച് പിടിക്കണം. സ്ഥിരമായി പുലി ഇറങ്ങുന്ന സ്ഥലം നാട്ടുകാർക്ക് പേടി തന്നെയാണ്. അതിന് യാതൊരു സംശയമില്ല. അതേസമയം ആന ഇറങ്ങുന്നതുമായിട്ട് എനിക്ക് പറയാനുള്ളത്, പല സ്ഥലത്തും ആന ഇറങ്ങുന്നുണ്ട്. ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ ആനയോടൊത്ത് നമുക്ക് സഹവാസത്തിൽ ഏർപ്പെടാനേ സാധിക്കുള്ളൂ. കാരണം ഇത് ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല. പല സ്ഥലത്തും ആനകൾ ഇറങ്ങുന്നുണ്ട്. ജനങ്ങൾക്ക് ആന ഇറങ്ങുന്നത് ബുദ്ധിമുട്ട് തന്നെയാണ്. കാരണം മിക്കവാറും ആന ഇറങ്ങുന്നത് കാടിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശത്താണ്. ആ കാടിനോട് ചേർന്ന് കിടക്കുന്ന കൃഷിയിടത്തിലാണ്. അതുകൊണ്ട് കൃഷി അവർ നശിപ്പിക്കുക പറഞ്ഞാൽ മനഃപൂർവ്വം നശിപ്പിക്കുന്നതല്ല. ആ വഴിയിൽ കൂടെ പോകുന്ന സമയത്ത് അത് നശിച്ചിരിക്കാം, അല്ലെങ്കിൽ അവർക്ക് ആഹാരമാക്കിയിരിക്കാം. ഇങ്ങനെയാണ് സംഭവിക്കുന്നത്. അപ്പൊ നമുക്ക് ആ ആനയോടൊത്ത് ജീവിക്കാനുള്ള മാർഗം എന്താണെന്ന് നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു. അതൊരു ശാശ്വതമായ ഒരു പരിഹാരമാണോ? കാരണം ഈ പറഞ്ഞ പോലെ കൃഷി നശിപ്പിക്കുന്നു, അവരുടെ വീടുകൾ ആക്രമിക്കുന്നു, അങ്ങനെയൊക്കെ വരുമ്പോൾ ആളുകളുടെ ഒരു മൈൻഡ് ആ രീതിയിലേക്ക് പോകുമോ? ആന വരുന്നതിനെ നമ്മൾ മനസ്സിലാക്കി ജീവിക്കുക എന്നൊക്കെ പറയുമ്പോൾ അത് എത്രത്തോളം ഒരു ശാശ്വതമായ ഒരു കാര്യമാണ്? കാരണം സാധ്യത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആന ഇറങ്ങുന്നത് ആ കാടിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിലെ ജീവിക്കുന്നവർക്ക് അതിനൊരു മുന്നറിയിപ്പ് കൊടുക്കാനുള്ള ഒരു സംവിധാനം എന്തായാലും ഉണ്ടാകേണ്ടിയിരിക്കുന്നു. ആ മുന്നറിയിപ്പ് സംവിധാനത്തിൽ ആന ഇറങ്ങുന്ന അനുസരിച്ച് നമുക്ക് മാറി ജീവിക്കാനുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കുക തന്നെ വേണം. കാരണം ഇപ്പൊ ഭീതിപ്പെടുത്തിയിട്ട് കാര്യമില്ല. കാരണം ഈ ഇടയ്ക്ക് ഞാൻ മലക്കപ്പാറയെന്ന് തോന്നുന്നു, ഒരു കപാലി പറഞ്ഞ ആന ആ സ്ഥലത്താണെന്ന് എനിക്ക് തോന്നുന്നത്. അത് ഇറങ്ങി മിണ്ടാതെ റോഡ് സൈഡില്, കാരണം കാട്ടുവഴിയാണ്, കാട്ടിലൂടെയുള്ള റോഡാണ്, അല്ലാതെ നാട്ടിലുള്ള റോഡൊന്നും അല്ല. അത് കാട്ടിലെ മൃഗങ്ങളെ ഫ്രീ ആയിട്ട് സഞ്ചരിച്ചിരുന്ന ആ സ്ഥലത്തു കൂടിയാണ് റോഡ് വന്നിരിക്കുന്നത്. ആ റോഡിൽ ഇറങ്ങി വീഴുന്ന സമയത്ത് ഒരു 2 ലോറികൾ ഭയങ്കര സൗണ്ട് ഉണ്ടാക്കി ആനയെ പേടിപ്പിക്കുകയാണ്. എന്നിട്ടും ആന അവിടെ തന്നെ നിൽക്കുക. എന്നിട്ടും അതിനെ പ്രകോപിപ്പിച്ചു കഴിഞ്ഞാൽ ആന എന്ത് ചെയ്യും? ഒരു സൈഡിൽ നിന്ന് വേറെ നാട്ടുകാർ അങ്ങോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു, വേറെ സൈഡിൽ നിന്ന് ലോറി വന്ന് അതിനെ ഭീഷണിപ്പെടുത്തുന്നു. ആന എന്ത് ചെയ്യാനാണ്? അപ്പൊ നമുക്ക് ഈ മൃഗങ്ങളോട് മൊത്ത് ജീവിക്കാനുള്ള സാഹചര്യം ഫോറസ്റ്റുകാർ ട്രെയിനിങ് കൊടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഫോറസ്റ്റുകാർ ഇറങ്ങി തിരിച്ച് ഇനിയിപ്പോ ഇത് അടൂരിനുമായി എന്നെ ആൾക്കാർ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഈ കാട്ടുജീവികളുമായി ഒത്തുപോകാനുള്ള സന്ദർഭമേ ഇനി പറ്റുള്ളൂ എന്നാണ് എനിക്ക് ഈ ഇടയ്ക്കിടെ ഉണ്ടാകുന്ന ഈ ആന പേടിയിൽ നിന്ന് എനിക്ക് ആനകളുടെ ജനങ്ങൾക്കുള്ള പേടിയിൽ നിന്ന് എനിക്ക് മനസ്സിലാകാൻ സാധിക്കുന്നത്. അവരുമായിട്ട് ഒത്തുപോകാനുള്ള ഒരു ജീവിത സന്ദർഭത്തിലേക്ക് നമ്മൾ പോയിരിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ അവരുടെ കൃഷിയുടെ നാശത്തിന് ആ കൃഷി അവിടെയുള്ള ഈ കൃഷിക്കാരെല്ലാം കൂടെ ഒത്ത് അവിടെ ഇലക്ട്രിക് ഫെൻസിംഗുമായിട്ടുള്ള സംവിധാനം അവരുടെ സ്വന്തം കൃഷിയിടത്തിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു പരിധിവരെ കാട്ടാന ഇറങ്ങി കൃഷി നശിപ്പിക്കലിൽ നിന്നും അവർക്ക് മുക്തി നേടാൻ സാധിക്കും. ഇപ്പൊ താങ്കൾ പറഞ്ഞതുപോലെ വനം വകുപ്പ് ഇതിന്റെ വേണ്ട ഒരു ട്രെയിനിങ് നൽകണം എന്നൊക്കെ പറയുമ്പോൾ അത് ഏത് തരത്തിലായിരിക്കും ഈ ആളുകൾക്ക്? അല്ലെങ്കിൽ നേരത്തെ താങ്കൾ പറഞ്ഞ പോലെ വന്യമൃഗങ്ങൾ ഇറങ്ങുമ്പോൾ അത് നേരത്തെ കാലേക്കൂട്ടി അറിയുന്ന രീതിയിലുള്ള സംവിധാനങ്ങൾ നടപ്പാക്കാനൊക്കെ ഉള്ളൊരു അതിലെന്തെങ്കിലും ഒരു സാധ്യതയുണ്ടോ? അല്ല, ആ വഴിക്ക് പോകണം. ആ വഴിക്ക് ഗവൺമെന്റ് ചിന്തിക്കണം. ആ വഴിക്ക് ഗവൺമെന്റ് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അല്ലാതെ വരുന്ന സമയത്ത് പെരുമ്പറ പൊട്ടിയിട്ടും പടക്കം പൊട്ടിച്ചതും കയറി പോകും, അടുത്ത ദിവസം വീണ്ടും തിരിച്ചിറങ്ങും. അപ്പൊ അത് നമുക്ക് ഈ മുന്നറിയിപ്പ് സംവിധാനം കൊണ്ടൊന്നും, അല്ലെങ്കിൽ ഈ പേടിപ്പെടുത്തി കൊണ്ടൊന്നും ഈ കാട്ടുജീവിയുടെ മുകളിലേക്ക് പോയില്ല. എത്രത്തോളം പേടിപ്പിക്കുന്നുവോ അവർക്കറിയാം. നാട്ടിലിറങ്ങിയ എന്നെ ഒരു പടക്കം പൊട്ടിക്കും, ഞാൻ തിരിച്ചു കയറും, അല്ലെങ്കിൽ ഞാൻ പടക്കം പൊട്ടിച്ചു കഴിഞ്ഞാൽ ഞാൻ പ്രതിരോധിക്കാൻ നോക്കും എന്നെല്ലാം ഈ ജീവികൾക്ക് മനസ്സിലാക്കാനുള്ള കഴിവ്, സ്വന്തമായ കഴിവ് അവർക്ക് അവിടെ ജീവിക്കാനുള്ള കഴിവിന് വേണ്ടി അവർക്ക് പ്രകൃതി കൊടുത്തിട്ടുണ്ട്. അതിന് സംശയമില്ല. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ആ കാട്ടുപ്രദേശത്തുള്ള കൃഷിക്കാരും അവിടുത്തെ അവിടെ വസിക്കുന്നവരോടും ആ ജീവികളെ പേടിപ്പിക്കാതെ ഇപ്പൊ ഒരു സ്ഥലത്ത് ഒരു ആന ഇറങ്ങി കഴിഞ്ഞാൽ, പുലിയുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത്, പുലിയെ പിടിക്കുക തന്നെ വേണം.
ആന ഇറങ്ങിക്കഴിഞ്ഞാൽ ആ ആനയെ പേടിപ്പിക്കാതെ അത് നിരീക്ഷിക്കുക. ആ ആന കയറി പോകുന്നവരെ നമ്മള് സംയമനം പാലിക്കണം. അല്ലാതെ അതിനെ പേടിപ്പിച്ച് വിട്ടുകൊണ്ടൊന്നും യാതൊരു കാര്യമില്ല. അതിന് നമ്മുടെ ഈ ഫോറസ്റ്റുകാരുടെ നിരീക്ഷണത്തിൽ അത് എവിടേക്ക് പോകുന്നു, സ്വയം കയറി പോകാനോ ആവശ്യമായ സാഹചര്യം ഒരുക്കുകയാണ് വേണ്ടത്. ഇപ്പോൾ ഈ പാലക്കാട്ടെ ഒരു വിഷയം ഞാൻ പറയുമ്പോൾ അവിടുത്തെ വാർഡ് മെമ്പർ തന്നെ പറഞ്ഞൊരു കാര്യമാണ്, ഫെൻസിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷേ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വനം വകുപ്പിന് പൈസ ഇല്ല എന്നാണ് പറയുന്നത് എന്നാണ് ഇപ്പോൾ വാർഡ് മെമ്പർ നമ്മളോട് പ്രതികരിച്ചത്. അങ്ങനെയൊക്കെയുള്ളൊരു പ്രതിസന്ധിയും കടക്കേണ്ടതല്ലേ? കാരണം ഈ വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങുമ്പോൾ അതിനെ തടയുന്നതിനായി വനം വകുപ്പാണ് മുന്നിട്ടിറങ്ങേണ്ടത്. പക്ഷെ അപ്പോൾ വനം വകുപ്പിന് ഇത്തരത്തിൽ പണം ലഭിക്കുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ പിന്നെ ആരാണ് ഇതൊക്കെ നടത്തുന്നത് എന്നുള്ളൊരു ചോദ്യം കൂടി ഉണ്ടല്ലോ. അല്ല, അതെ, അതൊരു നല്ല ചോദ്യം തന്നെയാണ്. കാരണം എല്ലാ സ്ഥലത്തും ഈ ഫെയിലൂറാണ്. ഈ സിസ്റ്റത്തിന്റെ ഫെയിലൂർ എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. നമ്മൾ ഒരു കാര്യം ചെയ്തു കൊടുക്കും, ആ ചെയ്തു കൊടുക്കുന്നതിന്റെ മെയിൻ്റനൻസ് ചെയ്യാൻ വേറെ ആരും ഉണ്ടാവില്ല. അപ്പൊ എന്ത് ചെയ്യണം? പഞ്ചായത്തിന് നിന്നൊക്കെ അവർ തനത് ഫണ്ടിൽ നിന്ന് ഇതിനോട് ചേർന്ന് വരുന്ന പ്രദേശത്തെ പഞ്ചായത്തിന് ഇതിന് അവർക്ക് സുഖമായിട്ട് ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും. ഒരു ഫണ്ട് വകയിരുത്തി ഏതെങ്കിലും ഒരു വാച്ചനെ നിയമിച്ച് ഈ ഇലക്ട്രിക് ഫെൻസിന് എവിടെയെങ്കിലും പ്രശ്നങ്ങളുണ്ടോ ആ പ്രശ്നങ്ങൾ മാറ്റാൻ അവർക്ക് സാധിക്കുന്നത്. അതിനൊന്നും പ്രശ്നമില്ല. ഇത് പക്ഷെ ആരും അത് ചെയ്യില്ല. ഫോറസ്റ്റുകാർ ചെയ്യട്ടെ, ഗവൺമെന്റ് ഇറങ്ങി ചെയ്യട്ടെ, വനമന്ത്രി ചെയ്യട്ടെ എന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ ഈ കാര്യങ്ങൾ നടക്കില്ല. സ്വയം ജനങ്ങൾ മുന്നിട്ടിറങ്ങണം. അല്ലാണ്ട് ആനയെ പേടിപ്പിക്കലല്ല ജനങ്ങളുടെ മുന്നിട്ടിറങ്ങല്. ആന സ്വയം കയറിപ്പോകാൻ അനുവദിക്കണം. അല്ലാതെ അതിനെ പേടിപ്പിച്ച് മാറ്റിയതൊന്നും അത് പോകില്ല. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.